നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും വിഷയം മന്ത്രി തന്നെയാണ്. ഇന്നലത്തെ പോലെ അല്ല ഇന്ന് കുറച്ച് ഡെവലപ്മെന്റ്സ് ഉണ്ട്. ആ ഡെവലപ്മെന്റ്സ് നമ്മുടെ പൊതുസമൂഹം എത്രത്തോളം അംഗീകരിക്കും എന്നുള്ളതിനകത്തൊരു വിഷയമുണ്ട്. അതിനൊപ്പം തന്നെ കോൺഗ്രസില് സീറ്റിനെ ചൊല്ലി സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്നുണ്ട്. പിന്നെ ആഗോള എണ്ണ പ്രതിസന്ധി വളരെ രൂക്ഷമായി. യുദ്ധം നീണ്ടുപോവുകയാണല്ലോ, യുദ്ധം അവസാനിക്കുന്നില്ലല്ലോ. മന്ത്രി ഗണേഷ് കുമാർ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഭാഗികമായി രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലേ? എന്നാലും സന്ദർഭവശാൽ വേറെ കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഈ 112 എന്നുള്ള നമ്പർ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പലരും മനസ്സിലാക്കുന്നത്. ഇത്രയും കാലം പലരും കരുതിയത് 100 എന്നെന്നാണ്. ഈ 100 112 കാര്യം പലരും അറിഞ്ഞിട്ടില്ലായിരുന്നു. ആ 112 വലിയൊരു പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തെ രസം, കേരള സ്റ്റേറ്റ് പോലീസ് മീഡിയ സെല്ലുണ്ട്, പോലീസിന്റെ മീഡിയ വിഭാഗം, പോലീസ് മാമന്മാരെന്നാണ് ഫേസ്ബുക്കിൽ അറിയപ്പെടുന്നത്. എന്ത് വന്നാലും ഉടനെ അവരതെടുത്ത് ഇവരെ പരസ്യ പ്രചാരണത്തിനായിട്ട് ഉപയോഗിക്കും. ഈ 112 ഇന്ന് എടുത്തിട്ടിരിക്കുന്നു. ഇന്നലെ മന്ത്രിയുടെ ഭാര്യ സഹായം തേടി മുൻ DGP ശ്രീലേഖ വിളിച്ചപ്പോൾ 112 വിളിക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ആ 112 ഇപ്പോഴത്തെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കത്തക്ക രീതിയിൽ 112 എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ സഭ വന്നിട്ട് ട്രോളോട് ട്രോളാണ്, അതിനടിയിൽ തെറിയോട് തെറിയുമാണ്. കാരണം മന്ത്രിപത്നിക്ക് ഒഴികെ ആർക്കും വിളിക്കാം. അതാണ് പലരും കമന്റ് ഇട്ടേക്കുന്നത്. നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ ഓടിയെത്തി, പക്ഷെ വന്ന അതേ സ്പീഡിൽ തിരിച്ചു പോവുകയായിരുന്നു എന്നാണ്. സലൂട്ട് ചെയ്യേണ്ടിയോ മറ്റോ വരുമെന്ന് കരുതിയാണോ എന്നാണ്. ഈ 112 കോമഡിയായി മാറി ഒറ്റ കോമഡിയാണ്. അപ്പൊ സാധാരണ എന്നും പോലീസ് മീഡിയ സെൽ ചെയ്യാറുള്ളത് പോലെ റീച്ച് കിട്ടുന്ന ഒരു പോസ്റ്റ് എടുത്ത് അവരിട്ടിരിക്കുകയാണ്. സത്യത്തിൽ അത് മന്ത്രി ഗണേശനെ, പിണറായി വിജയനെ ട്രോളിക്കൊണ്ടുള്ള പോസ്റ്റ് തന്നെയാണ് അത്. കാരണം അതിനൊരു സംശയമില്ല, ട്രോളാണ്. ആഭ്യന്തരമന്ത്രി നേതൃത്വം കൊടുക്കുന്ന പോലീസ് തന്നെ അദ്ദേഹത്തിന് ട്രോൾ ചെയ്തിരിക്കുകയാണ്. 112 നിങ്ങൾ വിളിക്കണം, വിളിച്ചോളൂ. പക്ഷെ മന്ത്രിപത്നി ആകരുത്. ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടില്ല. പിന്നെ മന്ത്രിയാണ് ഇത്തരം കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് ഞങ്ങൾ സല്യൂട്ട് അടിക്കൂ എന്നുള്ള ഒരു സന്ദേശം കൂടെ അതിനകത്തുണ്ട്. അതെ, വന്നോടെ തന്നെ മന്ത്രിയുടെ ഭാര്യയുടെ പേര് വെച്ചതിന് വളരെ രസകരമാണ്. അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയുടെ പേരാണ് ചോദിച്ചത്. അത് ഉസ്താദ് ഹോട്ടൽ സിനിമയിലെ മാമുക്കോയ ആസിഫ് അലിയോട് ചോദിക്കും, നിങ്ങൾ കുഞ്ചാക്കോവനല്ലേ ചോദിക്കും എന്ന് പറഞ്ഞ പോലെ ഇതാണ് ഈ മന്ത്രിയുടെ ഭാര്യയെ കണ്ട ഉടനെ ചോദിക്കുന്നത്, നിങ്ങൾ യാമിനി തങ്കച്ചിയല്ലേ? അത്രയ്ക്കുണ്ട് നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ അറിവും വിവരവും എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇന്നലത്തെ ആ ഒരു വൈകാരിക പ്രകടനമായിരുന്നു തൻ്റേതെന്നും അതിന് വന്ന് അദ്ദേഹം മാപ്പ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതിന് നടപടിക്ക് പോകുന്നില്ല, കോംപ്രമൈസ് ആകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോംപ്രമൈസ് ഉണ്ടായി, ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു, അവരുടെ കുടുംബ പ്രശ്നമാണ്. അവരുടെ കുടുംബ പ്രശ്നമാണ്. പക്ഷെ മന്ത്രിസ്ഥാനം ഗണേഷ് രാജിവെക്കണ്ട എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അത് വ്യാപകമായി വിമർശിക്കപ്പെടും, ചർച്ച ചെയ്യപ്പെടും. സംശയം എന്തെങ്കിലും? ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത് നേരെ തിരിച്ച് കോൺഗ്രസ് ഒരു മന്ത്രിക്കാണ് സംഭവിച്ചിരുന്നെങ്കിലോ? കോൺഗ്രസ് പ്രവർത്തകൻ മതി. നമ്മൾ മാങ്കൂട്ടത്തിനെ നാട് കൊണ്ട് ഓടിച്ചു കണ്ടില്ലേ? അപ്പൊ അല്ല, മാങ്കൂട്ടത്തിന്റെ വിഷയവും ഇതും രണ്ടും രണ്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ മാങ്കൂട്ടത്തിൻ്റെത് വ്യക്തിപരമായ വിഷയമല്ല, അദ്ദേഹം ഒരു MLA ആണ്. അപ്പോൾ ആ MLA ജനപ്രതിനിധി എന്ന പൊതുപ്രവർത്തനം പാലിക്കേണ്ട മര്യാദ കാണിച്ചില്ല, ധാർമ്മികത പാലിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഗണേഷ് കുമാറിന് ആ ബാധ്യസ്ഥത ഇല്ല. അതും വ്യക്തിപരമായ പ്രശ്നമാണ്, കുടുംബ പ്രശ്നമാണല്ലോ. ഈ രാഹുലിന്റെ വിഷയത്തിൽ ഇവർ പറഞ്ഞുകൊണ്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. സൈബർ സേനകളും ഇടത് സൈബർ സേനകളും ചില കൈരളിയേക്കാൾ വലിയ മാർക്സിസ്റ്റ് പാർട്ടിയായി മാറിയിരിക്കുന്ന ചില ഇടത് ചാനലുകളും അവരുടെയൊക്കെ വാർത്തയാണ് നമ്മളിങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുക. ഇവര് കഴിഞ്ഞ ഇടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള സ്ത്രീകളുടെ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നു, ആ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നു, അതിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് വിളിച്ചു വരെ ചോദിക്കുന്നുണ്ട്. അതെ, വലിയ മാധ്യമപ്രവർത്തകളാണ് ഇവർ വിളിച്ച ശ്രീനാദേവി കുഞ്ഞമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആ ഒറ്റ ചോദ്യത്തോടു കൂടിയാണ് ശ്രീനാദേവി രംഗത്തിറങ്ങുന്നതും ഇവരെയെല്ലാം പൊളിച്ചെടുക്കുന്നത്. അപ്പൊ അത്തരം ഒരു നിലപാട് സ്വീകരിച്ചിരുന്ന ആൾക്കാർ ഇന്ന് നേരെ പ്ലേറ്റ് തിരിച്ചിരിക്കുക. മന്ത്രിയുടെ വിഷയം കുടുംബ പ്രശ്നമാണ്, ഒരു കുടുംബ പ്രശ്നം പറഞ്ഞു തീർക്കുക. പക്ഷേ ആ വിഷയം എന്താണ്? ആ മന്ത്രിയുടെ ഭാര്യ തന്നെ പറഞ്ഞ വിഷയം എന്താ? അതായത് മറ്റൊരു സ്ത്രീയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു, മന്ത്രിക്കൊപ്പം കിടക്കറയിൽ കണ്ടു എന്നാണ്. അതിന്റെ ചിത്രങ്ങളും അതിന്റെ വീഡിയോ കാണുമായിരിക്കും, വീഡിയോയും ഒക്കെ എൻ്റെ കൈവശം ഉണ്ട്. ഇത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഗണേശ മന്ത്രിയെ
ഭാര്യ പിടിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത് വ്യാപകമായി ഏറ്റെടുക്കപ്പെട്ടു. പക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ അതിന്റെ പിന്നാലെ പോയിരുന്നില്ല. എന്നാൽ ഇന്നലെ മന്ത്രി തന്നെയാണ് വന്ന് മാധ്യമങ്ങളോട് പറയുന്നത് തന്റെ പേരിൽ വ്യാജ പ്രചരണം നടക്കും, ഞാൻ പ്രണയാതുരനാണ്. അപ്പൊ കോൺഗ്രസ്സുകാർ അഴിച്ചുവിടുകയാണ് ഈ പ്രചരണം. കോൺഗ്രസ്സുകാർക്ക് പിന്നെ അഴിച്ചുവിടാൻ തക്കതായ രീതിയിൽ പുള്ളി ചെയ്തു കൊടുത്തിട്ടാണ് ഇത് അഴിച്ചുവിടുന്നത്. അത്രേ ഉള്ളൂ. ഈ അഴിച്ചുവിട്ട് കഴിഞ്ഞപ്പോഴുള്ള മന്ത്രിയുടെ പ്രതികരണമാണ് രസം. നമ്മൾ ശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചതാണെന്നുള്ള രീതിയിലാണ് മന്ത്രി പറയുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ മന്ത്രി എന്ത് ചെയ്തു? ഭാര്യയെക്കുറിച്ച് മോശമായിട്ട്, വളരെ മോശമായ സംശയരോഗിയാണെന്നും അവർക്ക് അങ്ങനെയുള്ള പ്രശ്നം, അന്നേരമാണ് അവർ പരസ്യമായിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന വന്നതിന് ശേഷം പറഞ്ഞ കഥകളെല്ലാം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ആ അങ്ങനെയുള്ള ബിന്ദു മേനോൻ എന്ന് പറയുന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യ 2 മാസമായിട്ട് ഇവർ അകന്ന് താമസിക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ബിന്ദു മേനോൻ ഇന്ന് രാവിലെ വീണ്ടും രംഗത്ത് വന്ന് ഞങ്ങൾ തമ്മിലുള്ള വിഷയം പരിഹരിച്ചു, അത് വൈകാരിക പ്രശ്നമായിരുന്നു, അത് ഞങ്ങൾ തമ്മിൽ ഇന്നലെ എന്നെ ഗണേഷ് വിളിച്ച് മാപ്പ് പറഞ്ഞു, അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തെ ഇഷ്ടമാണ്, അദ്ദേഹം എൻ്റെ ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കുന്നതായി അവർ അറിയിക്കുന്നു. ഞാൻ മാത്രമല്ല, അവർ നിയമ നടപടിക്ക് ഇന്നലെ വ്യക്തമാക്കി. അപ്പൊ ഉദ്ദേശം എന്തായിരുന്നു ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് ഇന്നലത്തെ ഗണേഷിന്റെ ഒറ്റ പരാമർശമാണ് ഇത് ഇത്രയും വഷളാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് ഈ സംശയരോഗമാണ്, അവര് ഈ മനോരോഗമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചതാണ് ഈ വിഷയത്തിനെല്ലാം കാരണമായി മാറിയത്. അപ്പൊ ഇതിന് ഇന്നലെ രാത്രിയിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ ഉച്ചയ്ക്കാണല്ലോ ഇത് പുറത്തു വരുന്നത്. അതോടുകൂടി എന്ത് പറ്റി? CPM പെട്ടുപോയി. സർക്കാരും പിണറായി വിജയനും സ്ത്രീ സംരക്ഷകന്മാരാണല്ലോ, ആസ്ഥാന സംരക്ഷകന്മാരാണല്ലോ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അപ് ടു മൂൺ ആൻഡ് ബാക്ക് കപ്പ് പിണറായി എടുക്കുമോ എന്നുള്ള ചോദ്യം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു. ഗണേഷിനെ ചവിട്ടി പുറത്താക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നു. ഗണേഷ് രാജിവെക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നു. ഗണേഷ് മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നു. ഇതിനെല്ലാം ഉത്തരമായിട്ടാണ് ഇന്ന് രാവിലെ ഈ ഗണേഷിന്റെ വൈഫ് കാര്യങ്ങൾ പറയും. എല്ലാം വിളിച്ച് കോംപ്ലിമെന്റ്സ് ആക്കി. രണ്ടുപേരും ജീവനാണ്. പിന്നെ നാട്ടുകാർക്കാണോ പ്രശ്നം, നിങ്ങൾക്കാണോ പ്രശ്നം എന്നുള്ള ചോദ്യമാണ് വന്നത്. അപ്പോൾ അത് ഇടനില നിന്നത് നമ്മുടെ KS ബാലഗോപാൽ എന്ന് പറയുന്ന ദേവി ഫാർമയുടെ ഉടമസ്ഥനായിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള KS ബാലഗോപാൽ, ഇദ്ദേഹമാണ് സംസാരിച്ച് രണ്ടുപേരെയും കൂടി അത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ബിന്ദു മേനോന്റെ ഒരു പരാമർശം ചാനലുകളിൽ ഇങ്ങനെ സ്ക്രോൾ പോകുന്ന കണ്ടു. ഇടത് സർക്കാരിനെ ആക്കാൻ ഞാനില്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ ദുരൂഹമായിട്ടുള്ള ചുറ്റുപാടുകൾ ഉണ്ടാവും. എന്തോ അന്തർധാര സംഭവിച്ചിട്ടുണ്ട്. അന്തർധാര തന്നെയാണ് ഒരു രാത്രി കൊണ്ട് തീരുമാനം. ഇതിപ്പം ഭാര്യയും ഭർത്താവും വിഷയം പറഞ്ഞു തീർത്തു. ഇനിയുള്ള വിഷയം എന്താ? ഇനിയുള്ളത് മന്ത്രിസ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം പിണറായി വിജയനെ ഇന്ന് ഗണേശി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു? മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടെന്ന് തീരുമാനിക്കും. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ജനപ്രതിനിധികൾ പെണ്ണ് കേസിൽ ആരോപണം നേരിടുന്നു. രാഹുൽ മാങ്കൂട്ടവും കെ ബി ഗണേഷ്. രാഹുൽ മാങ്കൂട്ടത്തെ അപ്പോഴേ കോൺഗ്രസ് എടുത്ത് കളഞ്ഞു. CPM ഗണേഷിനെ സംരക്ഷിക്കും, LDF സംരക്ഷിക്കും. ആ രാജി മേടിക്കാൻ അവർ തയ്യാറാകുന്നില്ല. മാത്രമല്ല, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നപ്പോൾ അന്ന് ഗണേഷിനെതിരെ യാമിനെ തങ്കച്ചി നടത്തിയപ്പോൾ CPM വലിയ ആവശ്യമാക്കിയിരുന്നു, ഇയാളെ പുറത്താക്കുന്ന. സ്ത്രീ സംരക്ഷണത്തിന്റെ അപ്പോസ്തലന്മാരാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കപ്പും അതിന്റെ പുറകെയുള്ള CPMന്റെ മുഴുവൻ നേതാക്കളും. ജനാധിപത്യ വനിതാ അസോസിയേഷൻ ഭാരവാഹികളുണ്ട്, പിന്നെ വനിതാ മാധ്യമപ്രവർത്തകർ. സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു സംഘം മാധ്യമപ്രവർത്തകരുണ്ട്. കോൺഗ്രസില് ഉൾപാർട്ടി നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആൾക്കാരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത്. CPMൽ അങ്ങനെ വന്നിട്ടുണ്ട്, അല്ലെ LDFൽ അങ്ങനെ വന്നിട്ടില്ല. LDFൽ ആരെങ്കിലും ദേശാഭിമാനിയിൽ ഇത് വാർത്ത ഞാൻ ഇന്ന് അരിച്ചു പെറുക്കി നോക്കി. അല്ല, ദേശാഭിമാനി വാർത്ത കാണുമെന്ന് കരുതിയല്ല, ഞങ്ങൾ നിഷ്പക്ഷരാണെന്നും ഞങ്ങൾ മാത്രമേ സത്യം പറയുന്നുള്ളൂ, സത്യാനന്തര കാലത്തിന്റെ വക്താക്കളാണ് ഞങ്ങളെന്ന് പറയുന്ന ദേശാഭിമാനിയിൽ ഒരു വാർത്തയില്ല. അത് കൊടുക്കുകയില്ലല്ലോ, ഒരു വരിയില്ല. ഇന്നലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു നേഴ്സസ് സമരവും ഈ ഗണേഷ് കുമാറിന്റെ ഈ വിവാദങ്ങൾ. അപ്പോ അദ്ദേഹം 5000 കാമുകിമാരുള്ള, അല്ല 5000 പ്രണയങ്ങളുള്ള
അഭിനവ കാസനോയായിട്ടുള്ള ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു കുഞ്ഞു വാർത്ത ദേശാഭിമാനിയുടെ മുക്കിനും മൂലയിലും ഒക്കെ നമ്മൾ പരിശോധിച്ചു. ഇല്ല, എങ്ങുമില്ല. എന്നാൽ കോൺഗ്രസിന്റെ വ്യാജ പ്രചരണം ഒന്നെങ്കിലും പറയേണ്ടിയിരുന്നു, അങ്ങനെ ഒരു വാർത്തയെങ്കിലും വേണം. അതൊന്നും വന്നിട്ടില്ല. പിന്നെ അതൊരു പാർട്ടിയുടെ പത്രമായതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. പിന്നെ ഇവർ ഈ നിഷ്പക്ഷത ഭാവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് നോക്കി. എന്തായാലും പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി പീഡനം തോതളക്കുന്ന യന്ത്രമൊക്കെ എടുത്ത് ഇതുവരെ കളഞ്ഞാണ്. ഇപ്പൊ നിലവിൽ അപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്തു വരുന്ന വിഷയം, ഇയാൾ മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹനാണോ അല്ലയോ? അർഹനല്ലല്ലോ, അത് ഒരിക്കലും അല്ല. അത് ധാർമ്മികമായി നമ്മൾ. പക്ഷേ അത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എത്ര പേര് പ്രതികരിച്ചു? അവർ സമയമില്ല, അവർ ഡൽഹിയിലാണ് എല്ലാവരും, ഇവിടെ ആരും ഇല്ല. എനിക്കൊരു സീറ്റ് കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ മറ്റവനെ വെട്ടിയിട്ട് എന്നെ താന്ന് പറഞ്ഞ അവളെ കൂട്ടത്തോടെ കിടക്കണം. വി ഡി സതീശൻ മാത്രം പറഞ്ഞിട്ടുണ്ട്. വി ഡി സതീശൻ പറഞ്ഞ കുടുംബ പ്രശ്നമല്ല മന്ത്രിയുടെ ധാർമ്മികത. കാരണം കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഉന്നയിച്ച വിഷയം വളരെ വലുതാണ്. മറ്റൊരു സ്ത്രീക്കൊപ്പം സ്വന്തം ഭാര്യ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് പിടിക്കുകയാണ്. മാത്രമല്ല ഈ മന്ത്രി പ്രസിഡന്റായപ്പെട്ടവർ ഇവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയും അവർ ആക്രമിക്കാൻ ശ്രമിക്കുകയും. അവർക്ക് പരാതിയില്ലെങ്കിലും ജനങ്ങളുടെ മുന്നിൽ അയാൾ കുറ്റക്കാരനാണ്. അങ്ങനെ ഒരാളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പട നയിച്ച ഇത്തരം പാർട്ടിക്കാർ, CPM-കാർ ഒരു കാരണവശാലും അയാളെ പിന്താങ്ങാൻ പാടില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല, അത് പിന്താങ്ങാൻ പാടില്ല. ഇവർ ധാർമ്മികത ഉള്ളവരാണെങ്കിൽ ഈ ധാർമ്മികത അവർ എല്ലായിടത്തും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ പല എത്ര CPM നേതാക്കളുടെ പേരിൽ ഇതുപോലെ ആരോപണം വന്നിട്ടുണ്ട്. സ്വന്തം പാർട്ടിയിലുള്ള പെൺകുട്ടികൾ ആരോപണം ഉന്നയിച്ചിട്ട് കണ്ട ഭാഗം കാണിച്ചില്ലെന്ന് മാത്രമല്ല അവരുടെ അടുത്ത ബന്ധുക്കളെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിയിട്ടുണ്ട്. അതെ, അതാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് എന്തായാലും ഇത് ഇവിടം കൊണ്ട് ഒതുങ്ങുകയില്ല. ഇത് പിന്നീട് ഇതൊരു വലിയ ഈ ഇലക്ഷൻ എടുക്കുന്ന സമയത്തേക്ക് ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറാൻ തന്നെയാണ്. അല്ല, അത് ശരിക്കും പറഞ്ഞില്ല, നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം ഇതൊന്നും ഫലപ്രദമായി അവർ ഉപയോഗിക്കുന്നതുമില്ല. ചടങ്ങിന് വേണ്ടി ഇപ്പോൾ PD സതീശൻ അവസാനം നടത്തിക്കാണ്, വേറെ ആർക്കും സമയമില്ല. ഗണേശൻ എങ്ങനെ പോട്ടെ, എനിക്ക് സീറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ കൂട്ടത്തോടെ ഇരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ പീഡനക്കേസിൽ കുരുക്കിയ ആളാണെന്ന് ഓർക്കുക. അതാണ്, ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ ചരടുവലി നടത്തിയ ഒരാളാണ്. മരിച്ചിട്ട് പോലും ഉമ്മൻചാണ്ടിയെ വെറുതെ വിടാൻ തയ്യാറാകാത്ത ആളാണ്. ഇപ്പോഴും പിടിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഗണേശനെതിരെ അടിക്കാൻ പറ്റുന്ന ഒരു വടി കൈയ്യെ കിട്ടിയിട്ട് അത് വെറുതെ കൈ പിടിച്ചോണ്ട് നിൽക്കുന്നതല്ലാതെ എന്തെങ്കിലും സംഭവിക്കും. ഇവർക്കത് പറഞ്ഞിട്ടില്ല, അതാണ് എൻ്റെ കാര്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമരം പ്രക്ഷോഭം ഇത് ഈ ഖദർ ഇങ്ങനെ വടി പോലെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം. വേറൊരു പ്രസ്ഥാനം എടുത്ത് അത്രേ ഉള്ളൂ. എങ്ങനെയോ സീറ്റ് കിട്ടുക ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഈ യുവജന സംഘടനകൾ ആരും രംഗത്തിറങ്ങിയിട്ടില്ല. ഇപ്പം പത്തനാപുരത്ത് മഹിളാ കോൺഗ്രസ്സുകാർ കുറച്ച് പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഗണേശനെ വീണ്ടും മത്സരിക്കും, അയാൾ വീണ്ടും ജയിക്കും, ഉറപ്പ്. അപ്പൊ ഇന്നലെ വളരെ പ്രതീക്ഷയോടെ രംഗത്ത് വന്ന പാവൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് കാണാനില്ല. കണ്ടായിരുന്നു? ഇന്ന് വല്ല പോസ്റ്റും നമ്മൾ ഇതുവരെ ചെയ്യുന്നിടം വരെ ഒന്നും കണ്ടില്ല. ഇന്നലെ അദ്ദേഹം അവിടെ കുത്തിയിരുന്ന് ഗണേഷ് കുമാറിനെതിരെ പോസ്റ്റുകൾ വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇമോഷണൽ ആകല്ലേ ഗണേഷ് മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പിണറായി വിജയന് മുന്നിൽ ഉമ്മൻചാണ്ടിയെ ക്രൂശിച്ചെ സംബന്ധിച്ച് ചോദ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പലവിധ കാര്യങ്ങൾ. കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രതിഷേധ പ്രകടനം സെക്രട്ടേറിയറ്റിൽ നയിക്കണമെങ്കിൽ പോലും അത് ഡൽഹിയിൽ നടത്താൻ പറ്റുള്ളൂ. ഇനി ഡൽഹി കേരള ഹൗസിലേക്ക് ഒരു മാർച്ച് നടത്തേണ്ടത്. കാര്യം നേതാക്കന്മാരെ മുഴുവൻ അവിടുത്തെ നമ്പടിച്ച് കിടക്കുകയാണ് സീറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഈ മുഖ്യമന്ത്രി വിളിച്ച് ശാസിച്ചതിനെ തുടർന്നാണ് ഗണേശൻ മാപ്പ് പറഞ്ഞതെന്നാണ്. മാത്രമല്ല ബിന്ദുമോഹൻ പറഞ്ഞത് താൻ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു എന്നാണ് ഈ സംഭവം. അവിടെ അപ്പം മകള് പ്രതിക്കൂട്ടിലായി. മക്കള് പ്രതിക്കൂട്ടിലാന്നൊന്നും പിണറായി വിജയൻ ചെയ്യും, ഒരിക്കലും അംഗീകരിക്കില്ല. അത് പിണറായി വിജയന്റെ പുത്രവാത്സല്യവും പുത്രസ്നേഹവും ബെർലിൻ അടക്കമുള്ളവർ, ഉമേഷ് ബാബു അടക്കമുള്ളവർ, KC ഉമേഷ് ബാബു പറഞ്ഞിട്ടുണ്ട്. ഉമേഷ് ബാബു അടക്കമുള്ളവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അപ്പൊ ഇതിനകത്തും മകളുടെ പേര് മകളെ സത്യം പറഞ്ഞാൽ അവർ വിശദീകരിക്കേണ്ടതാണ് കാര്യം. അതെ, അപ്പൊ ആ മകളോട് നേരിട്ട് പറഞ്ഞിട്ട് നടന്നില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പൊ പിണറായി വിജയൻ ഇദ്ദേഹത്തെ വിളിച്ച് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിരട്ടിയത് കൊണ്ടാണ്. പക്ഷേ എൻ്റെ ഒരു ബലമായ വിശ്വാസം, നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഈ ബിന്ദു എന്ന് പറയുന്ന ഗണേഷിന്റെ ഭാര്യ ഇന്നലെ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ എല്ലാം ക്ലിപ്പുണ്ട്, അതായത് വീഡിയോ ക്ലിപ്പുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ പറ്റിയത് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുപോലെ ഓപ്പറേഷൻസ്. ആദ്യം കുറേ പേര് തലയും വാലും ഇല്ലാതെ സോഷ്യൽ മീഡിയയെ കുറച്ച് കാര്യങ്ങൾ ഇടുന്നു. അപ്പം അത് രാഹുൽ മാങ്കൂട്ടം ആണെന്ന് വരുത്തുന്ന രീതിയിൽ ഒരു നടിരംഗത്ത് വരുന്നു. ഈ നടിരംഗത്ത് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചോദ്യങ്ങൾ ഉയരുന്നു. അപ്പം രാഹുൽ മാങ്കൂട്ടം കരുതിയത് ഒരിക്കലും തൻ്റെ രഹസ്യങ്ങൾ അല്ലെ താനുമായിട്ട് ബന്ധപ്പെട്ട യുവതികൾ ഇത് പുറത്തു പറയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ ഹൂ കെയേഴ്സ്, ഈ ഹൂ കെയേഴ്സ് ചോദ്യം വന്നതിൻ്റെ പുറകെയാണ് ഓഡിയോ ക്ലിപ്പ് പുറത്തു. ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന് അതിനുശേഷമാണ് രാഹുലിന് പ്രതിരോധം സ്വീകരിക്കേണ്ടി വന്നത്.
പ്രതിരോധം സ്വീകരിച്ചപ്പോഴും രാഹുൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ ചെയ്തത് ഭരണഘടനയെ അനുസരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ നിയമത്തിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ല, അതാണ് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് പോലും അയാളെ ഓടിച്ചിട്ട് പിടികൂടിയായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചേ? ഇദ്ദേഹം എതിർക്കുകയും ഈ പറയുന്ന പീഡനത്തിനിരയായി എന്ന് പറയുന്ന പെൺകുട്ടികളെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഹൂ കെയർസ് എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ ഇതെല്ലാം ഒരു തിരക്കഥയുടെ ഭാഗമാണ്. കാരണം ഇവർക്ക് ഇത് അറിയാം, ഇയാൾ ഇത് നിഷേധിക്കും, അല്ലെ ഇയാൾ എന്തെങ്കിലും കുറിക്കുള്ളുന്ന വർത്തമാനം പറയും. അപ്പം ഇറക്കി വിടാനെ കൊണ്ട് എല്ലാ ചാനലുകളുടെ കയ്യിൽ ഈ വോയിസ് ക്ലിപ്പ് കൊടുത്ത് അവരെ കൊണ്ട് ഇത് വിടിയിക്കുന്നു. അതോടെ രാഹുൽ മാങ്കൂട്ടം നിശബ്ദനാകും. ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഗണേഷ് വിചാരിച്ചത് ഈ ഭാര്യ തനിക്കെതിരെ എങ്ങും പരസ്യമായി പറയില്ല എന്നാണ്. കാരണം രാമിനി തങ്കച്ചി പറഞ്ഞ കാര്യം നമുക്ക് ഇപ്പോഴും നമ്മൾ ഓർമ്മ നിൽക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഒരാളും വന്ന് ഇങ്ങനെ പറയില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ എന്താ സംഭവിച്ചേ? അവരെ സംശയരോഗിയെന്നും മനോരോഗിയെന്നും മുദ്ര കുത്തിയപ്പോൾ അവരുള്ളതെല്ലാം വിളിച്ചു. അപ്പോഴാ കൂട്ടത്തിൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിലുണ്ട് രംഗങ്ങൾ. അവിടെ നടന്നത് എന്താണെന്നുള്ളത് ആ ലേഡിയെ സഹിതം ചിത്രീകരിച്ച് കൈവച്ചു. അപ്പോൾ മന്ത്രിയെ ഭാര്യ ക്ലിപ്പിടും എന്നുള്ളതാണ്. ആ ക്ലിപ്പ് പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. ആ ക്ലിപ്പ് പുറത്തു പോയ പഴയതുമല്ല, ക്ലിപ്പിനകത്തുള്ളതൊരു വിവാദ കക്ഷിയാണ്. അതെ അതെ അതെ. ആ കക്ഷിയുടെ പേരോ ആ പടവോ പുറത്തു വന്നാൽ സർക്കാരിന് ഇരട്ടി തിരിച്ചടിയാവും. സർക്കാരിന് വലിയ തിരിച്ചടിയാവും. അത് സംബന്ധിച്ച് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്കൊപ്പം അവിടെ ഉണ്ടായിരുന്ന ലേഡി ആരാണെന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവരുടെ ഐഡന്റിറ്റി വെളിപ്പെട്ട് കഴിയുമ്പോൾ ഇയാൾക്കെതിരെ തിരികുകയും പിന്നെ അവരെ ജനസമൂഹത്തിന് മുമ്പിൽ വരികയും ചെയ്താൽ പിണറായി വിജയൻ അടക്കം രാജിവെക്കേണ്ടി അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അത് എപ്പോഴും അങ്ങനെയാണല്ലോ, ഇവരൊക്കെ വിവാദ നായകന്മാരാണല്ലോ. പക്ഷെ പിണറായിക്ക് അതൊന്നും ബാധകമല്ല. അധികാരം നിലനിർത്താൻ വേണ്ടി ആരെയും കൂടെ നിർത്തുക. അതെ. അപ്പം ശരിക്കും പിണറായിയുടെ വിരട്ടലിലായിരിക്കില്ല ഗണേഷ് അവരോട് മാപ്പ് പറഞ്ഞത്. ഈ അവരുടെ കയ്യിലിരിക്കുന്ന ക്ലിപ്പുകൾ പുറത്തു പോയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഓർത്താണ്. ഇപ്പം രാഹുലിനെതിരെ ആയ ആ ഒരു പ്രചാരണങ്ങൾക്ക് പിന്നിൽ പോലീസ് സംവിധാനം ഫലപ്രദമായി കളിച്ചിരുന്നു. കാരണം ഈ 3 പെൺകുട്ടികളാണ് ഇപ്പോൾ രാഹുലിനെതിരെ പരാതിയുമായി വന്നത്. ഈ 3 പേരും പരാതി കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങോട്ട് പോയി വിളിച്ചുകൊണ്ടൊന്ന് പരാതി കൊടുക്കാനല്ല. അതായത് സോഷ്യൽ മീഡിയയിൽ വന്ന വെളിപ്പെടുത്തലുകളിൻ്റെ പേരിൽ ആരും പരാതി കൊടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിനെ നിയോഗിച്ച് സ്വന്തമായിട്ടൊരു അന്വേഷണം നടത്തുക. ക്രൈംബ്രാഞ്ച് സംഘം പലതവണ ഈ അതിജീവത എന്ന് പറഞ്ഞ ഇപ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് പരിഹസിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇര എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ചെന്ന് കണ്ടപ്പോഴും അപ്പോഴും അവർ പരാതി കൊടുക്കാൻ തയ്യാറാണ്. രണ്ടാമത്തെ പരാതി വന്നിരിക്കുന്നത് KPC ബസ്സിനാണ് വന്നിരിക്കുന്നത്, പോലീസിനും അല്ലേ? അതെ. അതുപോലെ ഈ 3ാമത്തെ പരാതിക്ക് തലയും വാലും ഇല്ലായിരുന്നു, തുമ്പും ഇല്ലായിരുന്നു. പാലിക്കേണ്ട നിയമക്രമങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിലൂടെ ചോർന്ന് കിട്ടിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ പറയുന്ന പെൺകുട്ടികളെ ഇവർ കണ്ടെത്തി അങ്ങോട്ട് എന്ന് ഭീഷണിപ്പെടുത്തി വേണം പരാതി എഴുതി വാങ്ങിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല, തെറ്റു പറയാൻ കഴിയുകയില്ല. കാരണം ഇവരത് ചെയ്യും. അതെ, അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നടപടി സ്വീകരിച്ച പിണറായിയുടെ പോലീസ്, വലിയ സ്ത്രീ സംരക്ഷക മേനി നടിക്കുന്ന പിണറായി, അദ്ദേഹത്തിന്റെ പോലീസ് ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അത്യന്തം ദുരൂഹം തന്നെയാണ്. കാരണം ഇതിനകത്ത് ഈ ഗണേഷിനൊപ്പം ഉണ്ടായിരുന്ന ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ സർക്കാരിനെ ബാധിക്കുന്ന തലത്തിലേക്ക് പോകുന്നൊരു ഭയം കൂടി കാണും. അത് ഉറപ്പാണല്ലോ. അത് തന്നെയാണ് കാരണം. അത് തന്നെയാണ് പെട്ടെന്ന് ഒരു കോംപ്രമൈസിലേക്ക്. അതെ, അതുകൊണ്ട് ഇന്നലെ രായ്ക്ക് രാമാനം ഈ സംഗതി പറഞ്ഞു തീർത്തതാണ്. ഇത് പറഞ്ഞു തീർത്തതിന് ചിലപ്പോൾ ഭീഷണിയുടെ സ്വരം ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ലല്ലോ. അതെ, എന്താണെങ്കിലും നമ്മുടെ ഇന്നിപ്പോൾ വരുന്ന സോഷ്യൽ മീഡിയ കമന്റ്സുകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തൊക്കെയോ ഭീഷണിയും എന്തൊക്കെയോ പ്രലോഭനങ്ങളും എന്തൊക്കെയോ മുന്നറിയിപ്പുകളും ഒക്കെ ചെന്നതിന് ശേഷമാണ് ഇത് തീരുമാനം മാറി മറിഞ്ഞത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ വിഷയം ഇനിയിപ്പം ഈ ആഴ്ച തന്നെ മിക്കവാറും ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കത്തിച്ച് നിർത്താൻ UDF-ന് കഴിയുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം കോൺഗ്രസിലെ സീറ്റ് തർക്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ആ ഗണേഷിന്റെ ധാർമ്മികത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെച്ചില്ല എന്നുള്ളതായിരിക്കും അവരിപ്പോൾ പറയാൻ പോകുന്നത്. അതെ, അത് നമ്മൾ പ്രധാന ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്.
ഗണേഷ് കുമാർ കേരള കോൺഗ്രസ്സുകാരനാണ്. കേരള കോൺഗ്രസ് പലതുണ്ട്. ഒരു പുള്ളി മാത്രമേ കേരള ഉള്ളൂ പാർട്ടിയിൽ, അതുകൊണ്ട് അതെ, അതെ. പുള്ളി തന്നെ പുറത്താക്കാൻ അതായത് പറ്റില്ല. ഈ കേരള കോൺഗ്രസ് സ്ഥാപിക്കപ്പെടുന്നതിന് കാരണക്കാരനായി മാറിയ പി ടി ചാക്കോ. അദ്ദേഹം കേരള കോൺഗ്രസ് സ്ഥാപകനൊന്നും ആയിരുന്നില്ല, അല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരെ തന്നെയാണ് മരിച്ചത്. അദ്ദേഹം ഇതേപോലെ ഒരു അവസ്ഥയിലൂടെ കടന്നു അദ്ദേഹം കടന്നപ്പോൾ അദ്ദേഹം അന്തസ്സായി രാജിവെച്ചു. പോലീസ് സ്റ്റേഷനിൽ അത് പുള്ളി ഭാര്യയുടെ കൂടെ കാറേ പോയെന്നായിരുന്നു. അതെ അതെ അതെ. എന്നിട്ട് ഒരാരോപണം, അതായത് ഞാൻ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയാണ് എന്ന് പറഞ്ഞ അതേ അവസ്ഥയിൽ അത് ചെയ്തത്. പക്ഷെ ഇതിപ്പോ ഗണേഷ് രാജിവെക്കത്തില്ല, പിണറായി അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കും. കാരണം പിണറായി പൊതിഞ്ഞു പിടിക്കുന്നത് പിണറായിയുടേതായിട്ടുള്ള ചില ധാർഷ്ട്യങ്ങളുണ്ടല്ലോ, പുള്ളിയുടേതായിട്ടുള്ള ചില രീതികളുണ്ട്. അതിനപ്പുറത്ത് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പം CPIക്ക് എതിർപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അതിനെ കുറിച്ച് പറയണേ ഹൂ കെയേഴ്സ്. CPIയുടെ എതിർപ്പൊക്കെ ചുരുട്ടി വളക്കി കക്ഷത്തി വെച്ചോളൂ. തിരിച്ചു പറഞ്ഞാൽ അവര് ആവശ്യപ്പെട്ടേനെ. അടിമജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അവരെ കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞിട്ടും കാര്യമില്ല. CPIയെ കുറിച്ച് നമ്മൾ പരാമർശിക്കേണ്ട പഞ്ചായത്തിൽ പോലും 10 വോട്ട് കിട്ടാത്ത ആളെ സംബന്ധിച്ചുള്ള അവർക്ക് വേറെ വഴിയില്ലല്ലോ. നമ്മൾ ആശ്രയിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ യജമാനോട് വിധേയത്വം കാണിക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ സമയം അതാ പറഞ്ഞത്, നമ്മൾ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ MP മാർക്കെല്ലാം മന്ത്രിമാരാണ്. ആണ്. കാരണം അതിന് അടൂർ പ്രകാശ് ഉടുപ്പ് തയ്പ്പിച്ചിട്ടുണ്ട്, കെ സുധാകരൻ ഉടുപ്പ്. ഞാൻ കണ്ണൂരിൽ നിന്ന് ഞാൻ തന്നെ സ്ഥാനാർത്ഥി 130% ഞാൻ ജയിക്കുന്നതാണ്. ഇനി അടൂരിൽ വന്ന് കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. അടൂർ ഇപ്പൊ ഒഴിഞ്ഞു കിടക്കുകയാണ്. അടൂര് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല. അടൂര് രമ്യ ഹരിദാസ്, അങ്ങനെ ഇപ്പം അടൂര് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ടയിലെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന MG കണ്ണൻ, അദ്ദേഹം DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, വൈസ് പ്രസിഡന്റും ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അകാല നിര്യാണത്തെ തുടർന്ന് അവിടെ ഇപ്പം മത്സരിക്കാൻ ആളില്ലാത്ത അവസ്ഥയായി. ഈ MP മാരെല്ലാം മത്സരിക്കും. KC വേണുഗോപാൽ മത്സരിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ കെ സുധാകരനും അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും അടക്കം ഷാവി പറമ്പിൽ അടക്കമുള്ളവർ മത്സരിക്കും. ഒരാൾക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ. ഇവരെല്ലാവരും ഞങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മന്ത്രിമാരാവണ്ടേ? അതെ, പ്രതിപക്ഷ MP ആയിരുന്നു അവിടെ ഒരു കാര്യമില്ല. എന്തിനിരിക്കാന്ന് അവർ വിചാരിക്കും. അത് ഈ ചേട്ടന്മാർക്കെല്ലാം അബദ്ധം പറ്റിയത് എവിടെയാണെന്ന് അറിയാം. അവർ വിചാരിച്ചത് UPA സർക്കാർ തുടരും എന്നുള്ള ഇതിലാണ്. അപ്പം അടൂർ പ്രകാശ് അടക്കമുള്ളവർ മന്ത്രിയാകാൻ പോയതാ. അത് ക്യാബിനറ്റ് റാങ്കിലുള്ള കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടിയാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് നടക്കുകയല്ലോ, കാരണം BJP കൊണ്ടുപോയത്. അപ്പോഴും അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അടുത്ത ടൈമിലെങ്കിലും ആകാം, ഈ ടൈമിലെങ്കിലും തിരിച്ചു വരും. കാരണം പിന്നെ ഇങ്ങേരുടെ നരേന്ദ്രമോദിയുടെ 3ാമത്തെ ടൈമാണ്. അങ്ങനെ അധികാരത്തിൽ വരത്തില്ല. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് കന്യാകുമാരി നിന്ന് ഭാരത് ജോഡോ യാത്രയൊക്കെ നയിച്ചത് കാരണം അധികാരത്തിൽ വരാമെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷെ അവിടെയും പോയ സ്ഥിതിക്ക് ഇനി ഇപ്പൊ ആകെ ഏക ഓം വഴി ഇവിടെ മന്ത്രിയാവും. മാത്രമല്ല മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞു കിടക്കുക. എത്ര പേരാ മുഖ്യമന്ത്രിയാ നിൽക്കുന്നത്? നീണ്ട ക്യൂ ആണ് നിൽക്കുന്നത്. അപ്പോ അവര് നോക്കുമ്പം കൊടിക്കുന്നിൽ സുരേഷ് അടൂരിൽ മത്സരിക്കാൻ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അടൂര് സംവരണ സീറ്റാണ്. ഈ നിലവിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി. കൊടിക്കുന്നിൽ അടൂരുമായിട്ടുള്ള ബന്ധം അറിയാമല്ലോ. എന്താ, പഴയ MP ആണ് അടൂർ. അടൂർ മണ്ഡലത്തിലായിരുന്നല്ലോ. ഈ MP മാർക്ക് സീറ്റ് കൊടുത്താൽ കൊടിക്കുന്നിലിന് കൊടുത്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മത്സരിക്കുകയാണെങ്കിൽ പക്ഷേ ഇതിനകത്ത് സീറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കെ സുധാകരൻ മാത്രമാണ് സ്വന്തമായിട്ട്. ഞാൻ മത്സരിക്കും എന്നുള്ള പറഞ്ഞാൽ അടൂർ പ്രകാശ് പറയാതെ പറയുന്നുണ്ട്. അടൂർ പ്രകാശിന് വേണ്ടി അവിടെ നമ്മുടെ പുതുയുഗ യാത്രയുടെ സമയത്ത് കോന്നിയിൽ നടന്നിരുന്നു. അടുത്തിടെ കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിലോട്ട് വന്ന ഒരു നേതാവുണ്ട്. അദ്ദേഹം ആവേശം മൂത്ത് അടൂർ പ്രകാശ് മാത്രം ഇവിടെ മത്സരിച്ചാൽ മതി എന്നങ്ങ് പ്രസംഗിച്ചു. VD സതീശൻ എണ്ണീറ്റ് പറഞ്ഞു, പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അറിയാം, ഇവിടെ ആര് സ്വന്തമായിട്ട് സ്ഥാനാർത്ഥിയെ. ഇന്ന് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കെ സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന ആളാണ് സണ്ണി ജോസഫ്. അദ്ദേഹം പറഞ്ഞു ആര് സ്ഥാനാർത്ഥിയെ സ്വയം പ്രഖ്യാപിക്കേണ്ട, പാർട്ടി തീരുമാനിക്കാന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഇവരെല്ലാം തിരിച്ച് ഇവിടെ മത്സരിക്കാൻ വരുന്നു എന്ന് കരുതും. ഇവര് ജയിക്കണമെന്ന് അവര് ജയിക്കണമെന്നില്ല. എങ്ങനെ ഇപ്പൊ ജനങ്ങൾ കഴുതയല്ല. ജനം ഇത്ര കോടി മുടക്കിയാണ് പിന്നീട് അത് മാത്രമല്ല, ഇപ്പം അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കാം. കോന്നിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അടൂർ പ്രകാശിന് ജയിക്കാൻ ബുദ്ധിമുട്ട്. അത് യാഥാർത്ഥ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അടൂർ പ്രകാശ് വെച്ചൊഴിഞ്ഞു പോയ സിംഹാസനം ഉണ്ടായിരുന്നു കോന്നിയിൽ. കോന്നി അടൂർ പ്രകാശിൻ്റെതാണെന്ന് ആക്കി മാറ്റിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2.5 ടൈം കൊണ്ട് കെ യു ജനീഷ് കുമാർ അതങ്ങ് പൊളിച്ചു. പുള്ളി പിന്നെ ഇദ്ദേഹം MP പോയപ്പോഴാണല്ലോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയത്ത് അങ്ങേര് കെ യു ജനീഷ് കുമാർ അവിടെ നിന്ന് വിജയിക്കുന്നു. അന്ന് അടൂർ പ്രകാശ് തന്നെ ഇടഞ്ഞു നിന്നിട്ടാണ് P മോഹൻ രായ് എന്ന് പറയുന്ന
അവിടുത്തെ DCC പ്രസിഡന്റ് KPCC ജനറൽ സെക്രട്ടറി പി മോഹൻരാജിനെ തോൽപ്പിക്കും. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ തന്നെ വിശ്വസ്തനായിട്ടുള്ള റോബിൻ പീറ്ററിനെ കൊണ്ടിറക്കും. പക്ഷേ റോബിൻ പീറ്ററും തോറ്റുപോയി. അതിന് പിന്നിൽ അടൂർ പ്രകാശിന്റെ കരങ്ങളുണ്ടോ എന്ന് പോലും കോൺഗ്രസ്സുകാർക്ക് സംശയമുണ്ട്. ഇപ്പൊ എന്താണെങ്കിലും ശരി, അടൂർ പ്രകാശ് ഇപ്പൊ വീണ്ടും കച്ച മുറുക്കിയിട്ടുണ്ട് അവിടത്തേക്ക്. വേറെ പേരൊന്നും പറഞ്ഞില്ല. ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ഷൈലാജും ഉണ്ട്. അവർ രണ്ടുപേരും പേരാണ്. ഇതാര് വന്നാലും അവിടെ ഈ ജനീഷിനെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ട്. ജനീഷിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനീഷിന് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയത്തില്ല. ജനീഷിന് പക്ഷെ മണ്ഡലം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പ്രായോഗിക ബുദ്ധിയുണ്ടല്ലേ, പ്രായോഗികമായി അത് നമ്മൾ അവിടെ ചെന്നാൽ അറിയാൻ പറ്റും. ആ മണ്ഡലത്തിൽ ചെന്നാൽ അറിയാൻ പറ്റും. നല്ല റോഡുകൾ, നല്ല പാലങ്ങൾ, അതുപോലെ വികസന പ്രവർത്തനങ്ങൾ ധാരാളം. അതിലെല്ലാം ഉപരി ജനങ്ങളുമായിട്ട് വലിയൊരു പൊരുത്തം പുള്ളി ഉണ്ടാക്കി. ആ ജനീഷിനെ തോൽപ്പിക്കാൻ, പിന്നെ ഈഴവ സമുദായങ്ങളുടെ മേൽക്കോയ്മയുള്ള ഒരു സ്ഥലമാണ്. അപ്പം അടൂർ പ്രകാശ് ഈഴവനാണ്, രണ്ടുപേരും ഒരേ സമുദായക്കാരാണ്. അപ്പൊ പിന്നെ വരുന്നത് പാർട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ടി ആയിരിക്കും നോക്കുന്നത്. അങ്ങനെ വരുന്ന ഉടനെ ജനീഷിനെ തോൽപ്പിക്കാൻ അടൂർ പ്രകാശ്. പിന്നെ BJP നല്ല വോട്ടുണ്ട്. അതാണ് പറഞ്ഞത്, ആ ഭാഗത്ത് BJP കോട്ടലാണ്. ഇനി അടൂർ പ്രകാശ് ജയിച്ചു എന്നിരിക്കട്ടെ, ഈ ആറ്റിങ്ങലിൽ ഞാനർത്ഥം മത്സരിപ്പിക്കും. അതെ, അവിടെ എങ്ങനെ ജയിക്കും? അത് BJP കൊണ്ടു. അതാ നിസാര വോട്ടിന് അടൂർ പ്രകാശ് ജയിച്ചത്. അതെ, ചില്ലറ വോട്ടിന്. അപ്പൊ അവിടെ ആ സീറ്റ് പോയി കിട്ടും. കണ്ണൂര് കെ സുധാകരൻ അസംബ്ലിയിലേക്ക് പോയാലേ പാർലമെന്റ് ആരാധത്തോടെ? അതെ, സ്വാഭാവിക ചോദ്യമാണ്. അത് ചോദ്യം. ഇപ്പൊ കൊടിക്കുന്ന് സുരേഷ് മാവേലിക്കരയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ മാവേലിക്കരയിൽ അദ്ദേഹം പോയി കഴിഞ്ഞാൽ അതും പ്രശ്നമാകും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് പരസ്യമായിട്ട് സ്ഥാനാർത്ഥിത്വം ഒരാളെ ഉന്നയിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഉള്ളിലുണ്ട്. മറ്റുള്ളവർക്ക് പറയിപ്പിക്കാന്നുള്ളതാണ് കോൺഗ്രസ്. കാരണം ഇപ്പോഴില്ലെങ്കിൽ ഇനി ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ചിന്ത. ഇപ്പോഴാണ് CPM-നെതിരെ പിടിച്ചെടുക്കാൻ പറ്റുന്നതെന്നാണ് ഇവരുടെ ഒരു തോന്നൽ. പക്ഷേ വലിയ ബുദ്ധിമുട്ടാണ്. ആ മേൽക്കൈയൊക്കെ നഷ്ടമായി കഴിഞ്ഞു. CPM ശക്തമായി തിരിച്ചു വന്നിട്ടുണ്ട്, അല്ലേ? അതെ, തീർച്ചയായും. കൃത്യമായിട്ടാണ്. അവർ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ എന്തൊക്കെ എതിർക്കുമ്പോഴും അവർ കേഡർ പാർട്ടിയാണ്. അറിയാൻ എന്ത് ചെയ്യണമെന്നുള്ളത് അവരത് PR വർക്കിലൂടെ ആണെങ്കിലും ശരി, അവർ വികസനത്തിന്റെ കണക്ക് പറയുന്നതിലൂടെ ആണെങ്കിലും ശരി. ഇപ്പം വയനാട്ടിലെ ഗ്രാമം ഉണ്ടാക്കിയില്ലേ, ദുരിതബാധിതർക്കായിട്ട് അവിടെ വീടുകൾ വെച്ച് നൽകിയതാണെങ്കിലും ശരി, CPM ശക്തമായ രീതിയിലാണ് തയ്യാറെടുക്കുന്നത്. കാരണം പാലം, ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി വരുന്നുണ്ട്. ഇവരിവിടെ സമുദായവും പിന്നെ അവരേറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും കൂടെ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പ്രചാരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അതായത് മതരാഷ്ട്രമാക്കാൻ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് കൂട്ടുപിടിച്ചാൽ ഇവിടുത്തെ ഭൂരിപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവർക്ക് ഭീഷണിയാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചാരണം കൃത്യമായിട്ട് അത് കുറുക്കിക്കൊള്ളുന്നു. ആ പ്രചാരണം RSS ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും കോൺഗ്രസിന്റെ കാര്യം വളരെ കഷ്ടമാണ്. ഇപ്പൊ സ്ഥാനാർത്ഥി നിർണ്ണയം ലഭിച്ച ഏറ്റവും നല്ല അവസരം കളഞ്ഞു വിളിക്കുമെന്നാണ് ഈ ലക്ഷണം കാണുമ്പോൾ. അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിത് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, ആറന്മുളയിൽ അബിൻ വർക്കിയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബഹളം എന്താണ്? വീണ ജോർജിനെതിരെ അബിൻ വർക്കി ഓർത്തഡോക്സ് സഭയുടെ സീറ്റാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. അത് ഓർത്തഡോക്സ് സഭയുടെ സീറ്റ് അല്ലെന്നുള്ളത് കോൺഗ്രസ്സുകാർ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവിടെ പക്ഷേ അവരുടെ ആറന്മുളയിലെ പാനലിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊരു നല്ല സെലക്ഷൻ. അത് ഇന്ന് എനിക്ക് കിട്ടിയൊരു വിവരമാണ്. അബിൻ വർക്കിയുടെയും ശ്രീനാദേവി കുഞ്ഞമ്മയുടെയും പേരാണ്. അത്യാവശ്യം മൂളയുള്ള ആരെങ്കിലുമാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉള്ളതെങ്കിൽ അവരവിടെ ശ്രീനാദേവിയാണ് സത്യത്തിൽ സജസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു സ്ത്രീക്കെതിരെ മറ്റൊരു സ്ത്രീ നിൽക്കുന്നതാണ് നല്ലത്. വനിതകളുടെ വോട്ട് കിട്ടാനും പിന്നെ പോരെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ആളാണ് ശ്രീനാഥ്. മാത്രമല്ല എല്ലാം നന്നായി സംസാരിക്കാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനും ശ്രീനാഥ് കുഞ്ഞമ്മയ്ക്ക് നല്ല കഴിവുണ്ട്. ഇന്നലെയും ഏതോ ഒരു ചാനൽ ചർച്ചയിൽ കത്തിക്കയറിയിട്ടുണ്ട്. അപ്പോൾ കയ്യില് ഈ സീറ്റുകളൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പരമ്പരാഗത സമുദായവും സഭയും അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ജാതിയും മതവും ഒക്കെ നോക്കി പോയി കഴിഞ്ഞാൽ പണ്ടത്തെ കാലമാണ് ഇത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പുതിയ തലമുറ ന്യൂജൻ പിള്ളേർ ഇതുവല്ലോ നോക്കുന്നു. ഇപ്പോഴത്തെ വോട്ടർമാരായിട്ട് വന്നിട്ട് ന്യൂജൻ പിള്ളേർ ഇതൊന്നും നോക്കുന്നില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടം നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളാണ്. ഇതിനകത്ത് രാഷ്ട്രീയ ബോധമല്ല അവർ നോക്കുന്നത്. അവർക്ക് മുന്നിൽ കാണാൻ കഴിയുന്ന, അവരുടെ മുന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തി നമ്മളെക്കാട്ടിലൊക്കെ വിവരമുണ്ട് പിള്ളേർ. ജനങ്ങളെ ജയിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അത് വേണ്ടാന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ്സുകാർ എത്തുന്നതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. വളരെയധികം കഷ്ടപ്പെടും. നമ്മൾ ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എണ്ണ വിലയും നമ്മൾ യുദ്ധത്തിന്റെ അവസാനിപ്പിക്കാം. യുദ്ധം നമ്മളെ ബാധിച്ചു തുടങ്ങി. ഇത്രയും ദിവസം നമുക്ക് യുദ്ധം ബാധിച്ചു തുടങ്ങിയിട്ടില്ല. യുദ്ധം ബാധിച്ചു തുടങ്ങി. വാണിജ്യ പാചകവാതക വിതരണം കമ്പനികൾ അവസാനിപ്പിക്കുക. ഹോട്ടലുകളൊക്കെ ഡൽഹിയിലും ബോംബെയിലും വൻകിട ഹോട്ടലുകൾ പൂട്ടിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിലും ഭക്ഷണത്തിന് വില കൂടും. ഉറപ്പ്. ഭക്ഷണത്തിന് വില കൂടും, സാധനങ്ങൾക്ക് വില കൂടും. പിന്നെ എണ്ണയുടെ വരവ് നിലച്ചു. ഇന്നലെ ഉൽപ്പാദിപ്പിച്ചതിന് 1.38 ലക്ഷം ബാരലാണ്.
എത്ര 3.45 ദശലക്ഷം ബാരൽ ഉൽപ്പാദിപ്പിക്കേണ്ടിടത്താണ് ഈ 1.34 ലക്ഷം. ശ്രദ്ധിച്ചോളൂ, ദശലക്ഷം ഉൽപ്പാദനത്തിൽ നിന്നാണ് ഇത് ലക്ഷത്തിലേക്ക് വന്നത്. അതുപോലെ ഈ ബാരലിന്റെ വില 118 രൂപ ഇന്നലെ പോയത്. ഇന്നത്തെ നമ്മൾ നോക്കിയില്ല, പക്ഷെ 100 രൂപയിൽ ബാരലിന്റെ വില എത്തിയിരിക്കും. മാത്രമല്ല ഇപ്പൊ ഈ മുസ്തഫ ഖമേനി വന്നതോടുകൂടി അയാളുടെ പിതാവിനെക്കാളും ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു കടപ്പക്കാരനാണ്. അതെ, അയാൾ യുദ്ധം അത് കൂടുതൽ ശക്തമാക്കാൻ തന്റെ പിതാവിനെ കൊന്ന ഇവരുടെ പ്രതികാരം വിടാനൊക്കെ ശ്രമിച്ചാൽ വിജയിക്കാനും സാധ്യതയില്ല. എങ്കിൽ അതിനിപ്പോ അവര് ചിലപ്പോ മുസ്തഫയെ ഈ ഫോർമൂസ് കടലിടക്ക് വഴി കപ്പൽ വിടാനുള്ള സംവിധാനം ആയിട്ടില്ല. അതെ, അത് നടന്നിട്ടില്ല. അതുപോലെ ഈ പറയുന്ന $67 ആയിരുന്നു ബാരൽ വില, എണ്ണയുടെ വില ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്. ഇപ്പൊ അത് 118-ലും 100-ലും ഒക്കെ എത്തി നിൽക്കുകയാണ്. നിൽക്കുന്നതിന് മുമ്പ് ഇതിന് ലഭ്യതക്കുറവുണ്ട്. ഇത് ഉൽപാദനം കുറഞ്ഞു. ഉൽപാദനം കുറഞ്ഞ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ദശലക്ഷം ബാരലുകളിൽ നിന്ന് വെറും ലക്ഷത്തിലേക്ക് ഇതിന്റെ ഉൽപാദനം കുറഞ്ഞു. അതിനൊപ്പം തന്നെ ഇതിന്റെ ആവശ്യകത ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്ന രാഷ്ട്രങ്ങളിലൊന്ന് ഇന്ത്യയാവും. അതുപോലെ പാചകവാതകത്തിന്റെ കാര്യം തന്നെ മനസ്സിലായല്ലോ. പാചകവാതകം ഓൾറെഡി 60 രൂപ നമ്മുടെ ഗാർഹിക സിലിണ്ടറിൽ വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറിലും വർദ്ധിപ്പിച്ചു, പക്ഷെ സിലിണ്ടർ കിട്ടാൻ പിന്നെ ബുക്കിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഞാൻ ഇന്ന് പിന്നെ ഗ്യാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് നിയന്ത്രണങ്ങൾ വരെയാണ്. അവരും പറഞ്ഞു നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഈ ഗ്യാസ് ഒക്കെ ഉള്ളവർ ശ്രദ്ധിച്ച് അത് ഉപയോഗിക്കണം. ബാധിക്കാൻ പോകുന്നത് എവിടെയാണ്? നമ്മുടെ ഹോട്ടലുകൾ, ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ. ഇപ്പം സാധാരണ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവർക്ക് അപ്പുറം ഇപ്പുറം ഇറങ്ങി 2 ചൂട്ടും കൊതുമ്പും കുറച്ച് ഉണക്കവറവും ഒക്കെ ഉണ്ടെങ്കിലും വീടുകളിൽ അടുപ്പുണ്ട്. ഈ തട്ടുകട നടത്തുന്നവര്, ബജ്ജിക്കട, തട്ടുകട, അങ്ങനെ ഈ ഹോട്ടലുകൾ, പിന്നെ വൻകിട ഹോട്ടലുകൾ, എല്ലാ വിധത്തിലുള്ള ആൾക്കാർക്കും ഇതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ ഇതിന്റെ അനന്തരഫലം കണ്ടോ? അനന്തരഫലം പണപ്പെരുപ്പമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരാൻ പോകുന്നത്. ഈ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് വരാൻ പോകുന്ന ഈ എണ്ണ കാരണം. ഇന്നലെ ഇത് സെൻസെക്സ് കൂപ്പുകുത്തിയില്ലേ? ഓഹരി വിപണി തകർന്നടിഞ്ഞു കഴിഞ്ഞു. ഇത് ലോകത്തെ ആഗോളതലത്തിന് ഇതിന് എങ്ങനെയെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാക്കണം. അതിന് UAE അംബാസഡർ ആയിരുന്ന ഹസൻ ഹുസൈൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ. ഒറ്റ ഫോൺ കോൾ മതി ഇവർ രണ്ടൊരു യുദ്ധം അവസാനിപ്പിക്കുന്നതാണ്. അത് നമുക്കൊരു വലിയ ബഹുമതിയെ കണക്കാക്കാം. കാരണം ഇന്ത്യൻ അവർ ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ നമുക്ക് നയതന്ത്ര തലത്തിൽ ഇടപെടാനും പറ്റില്ല. അവർ ആവശ്യപ്പെട്ടാൽ നമുക്ക് ഇടപെടാം. ട്രംപ് കയറി ഇടപെടുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല, ചേരിയ രാജ്യം. പക്ഷെ അവർ ആവശ്യപ്പെട്ടാൽ അത് സാധിക്കും. ഏതായാലും വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. യുദ്ധം എത്രയും വേഗം അവസാനിച്ച് ലോകത്തിന് ഒരു സമാധാനം ഉണ്ടാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ വലിയ തോതിലുള്ള ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും നല്ലൊരു നാളെ നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താം. നമസ്കാരം.